കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നത്. കണ്ണൂരിൽ SFI നേതാവിന് കുത്തേറ്റു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവിനാണ് കാലിന് കുത്തേറ്റത്. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ആരാണിതിന് പിന്നിലെന്നൊക്കെയുള്ളത് കണ്ടെത്തിയോ? അനുജ, ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കണ്ണൂർ SNG കോളേജിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. SFIയുടെ എടക്കാട് ഏരിയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായിട്ടുള്ള വൈഷ്ണവിനെയാണ് ബൈക്കിലെത്തിയ സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതിൽ പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പറയുന്നത് അവിടെ ഉച്ചയ്ക്ക് അവിടെ ഒരു കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഷ്ണവ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കോളേജിലെത്തിയത്. ചായ കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബൈക്കിലെത്തിയൊരു സംഘം കോളേജ് വിദ്യാർത്ഥിനിയോട് വളരെ മോശമായി പെരുമാറി. ഇത് വൈഷ്ണവ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഈ ബൈക്കിലെത്തിയ സംഘം അവിടെ നിന്ന് പോയി. പിന്നീട് ബൈക്കിൽ തന്നെ കൂടുതൽ പേർ എത്തി ഈ വൈഷ്ണവിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അതിനിടെ ആദ്യഘട്ടത്തിൽ ഒരു ഉന്തും തള്ളുമുണ്ടായി. അതിനിടയിലാണ് കത്തി ഉപയോഗിച്ച് കാലിന് ഇത്തരത്തിൽ കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ സാരമായി തന്നെ വൈഷ്ണവിന് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുത്തുന്നതിനിടെ കത്തിയുടെ ഒരു ഭാഗം കാലിനുള്ളിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. അത് പുറത്തെടുക്കണമെങ്കിൽ സർജറി വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുള്ള വിവരം. എന്തായാലും ഇതിന് പിന്നിൽ ലഹരി സംഘമാണ് എന്നതാണ് SFI ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. അതാണ് SFIയുടെ ആരോപണം. SFI നേതാവ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കണ്ണൂരിൽ ഉള്ള വൈഷ്ണവിനാണ് കാലിന് കുത്തേറ്റത്. കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യപ്പെടുത്തി ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള ആക്രമണമായിരുന്നു. ലഹരി സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നിഗമനം.